ഇപ്പോൾ റിലീസായിട്ടുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിലൂടെ തന്നെ ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടർ എത്ര അധികം സൂപ്പർ ഓവർ പവർഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. ഇനി ഇതിനു ശേഷമായി വരാനിരിക്കുന്ന സീക്രട്ട് വാർസിൽ ഗോഡംബെയർ ഡൂമായി കഴിയുകയാണെങ്കിൽ ആർക്കും തന്നെ തടയുവാനും മാത്രം പവർഫുൾ ആയിട്ടുള്ള അത്രയും സൂപ്പർ ഓവർ പവർഡ് ആയിട്ട് തന്നെ ഡോക്ടർ ഡൂം തീരുമെന്നതിൽ സംശയമില്ല. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന സീക്രട്ട് വാർസ് കോമിക്സ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒട്ടനേകം ക്യാരക്ടേഴ്സിനെ തന്നെയാണ് ഈ ഒരു ഒറ്റ ഇവന്റിൽ ഡോക്ടർ ഡൂം ഇല്ലാതാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ സീക്രട്ട് വാർസ് കോമിക്സിൽ ഏതൊക്കെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഡോക്ടർ ഡൂം ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തത് എന്റെ ഈ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്, മറക്കാതെ തന്നെ അത് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സീക്രട്ട് വാർസിൽ ഡോക്ടർ ഡൂം ഗോഡംബെയർ ഡൂം ആകുന്നത് തന്നെ ബിയോണ്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു ബിയോണ്ടേഴ്സിന്റെ പവർ ലെവൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്റെ സെലസ്റ്റിയൽ റേസിനെ കൊന്നു കളഞ്ഞിട്ടുള്ള ഇവർ കോസ്മിക് ബീയിങ്സ് ആയിട്ടുള്ള ഇൻഫിനിറ്റി, എറ്റർണിറ്റി, മാസ്റ്റേഴ്സ് ഓഫ് കെയോസ് എന്നിവരോടൊപ്പം തന്നെ ഒരേ സമയം 3 മൾട്ടിപ്പിൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ലിവിംഗ് ട്രിബ്യൂണലിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുമുണ്ട്. ആക്ച്വലി ഈ ഒരു 3 ബിയോണ്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാനായി ഒരു മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സ് ടീം തന്നെ ക്രിയേറ്റ് ആവുകയും ആ ഒരു ടീമിൽ സെൻട്രി, തോർ, സ്റ്റാർബ്രാൻഡ് തുടങ്ങിയിട്ടുള്ള വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മൾട്ടിവേഴ്സൽ ലെവൽ സൂപ്പർ ഹീറോസും ഒന്നിച്ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ഈ ഒരു ഫൈറ്റിൽ ഈ ഒരു 3 ബിയോണ്ടേഴ്സിനെ ഇവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിലും അവസാനമായി അവശേഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടീമിൽ തോറും സെൻട്രിയും മാത്രമാണ്. അപ്പോഴാണെങ്കിലോ അടുത്ത റിഫ്റ്റും ഓപ്പൺ ചെയ്ത് മൾട്ടിപ്പിൾ, അതായത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ബിയോണ്ടേഴ്സ് വന്ന് ഒന്നും തന്നെ ഇല്ലാതാക്കി. ഇത്രയധികം ക്യാരക്ടേഴ്സിനെയാണ് ആക്ച്വലി ഡോക്ടർ ഡൂം ഇവിടെ ഡിഫീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സഹായത്തോടു കൂടി മൾട്ടിപ്പിൾ വേരിയൻസിലുള്ള എല്ലാ തരത്തിലുമുള്ള മോളിക്രോമാൻസിന്റെ പവേഴ്സിനെ ആക്സസ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഡോക്ടർ ഡൂം ഈ ഒരു ബിയോണ്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്തതെങ്കിൽ തന്നെ ഡൂമിന്റെ ഇന്റലിജൻസ് തന്നെയാണ് ഇവിടെ പ്രോപ്പർലി വർക്ക് ആയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ, അതായത് ബിയോണ്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ ഡൂം തന്റെ സ്ട്രെങ്ത് അല്ല, മറിച്ച് തന്റെ ഇന്റലിജൻസും ടെക്നോളജീസും തന്നെയാണ് കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തത്. ഈ ഒരു ഡിഫീറ്റ് ആയിട്ടുള്ള ബിയോണ്ടേഴ്സിന്റെ പവറിനെ എല്ലാം ഒന്നിച്ചു ചേർത്ത് തന്നെയാണ് ഡോക്ടർ ഡൂം ഗോഡംബെയർ ഡൂം ബൈ സീക്രട്ട് വാർസ് കോമിക്സിൽ മാറുന്നത്. ഇനി ഡൂംസ്ഡേ മൂവിയിലേക്ക് വരുമ്പോൾ ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നത് ലോക്കി തന്നെയാണ്. ഗോഡ് ഓഫ് സ്റ്റോറീസ് ആയി മാറി എൻ്റർ മൾട്ടിവേഴ്സിനെയും ഇപ്പോൾ കറന്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കി തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി ലോക്കിനെ ഈ ഒരു രീതിയിൽ തന്നെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ബിയോണ്ടേഴ്സ് ലെവലിലുള്ള ആ ഒരു പവർ ലെവൽ ഡോക്ടർ ഡൂമിന് അച്ചീവ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഉള്ളത് കാങ് വേരിയൻസിനെ എല്ലാം പൂർണ്ണമായി കൊല്ലുക എന്നുള്ളത്. ഓൾറെഡി നമ്മൾ കണ്ടതാണ് ബിയോണ്ടേഴ്സ് എന്നത് ഒരു റേസ് ആണ്, ഒരു മൾട്ടിവേഴ്സൽ റേസ് ആണ്. അത് ഒരുപാട് പേരുണ്ട്. ഓൾറെഡി മൾട്ടിപ്പിൾ റിയാലിറ്റിയിൽ നിന്നുമുള്ള ഒട്ടനേകം കാങ് വേരിയൻസിനെ നമ്മൾ ആന്റ്മാൻ ആൻഡ് വാസ്പ് ക്വാണ്ടമേനിയ മൂവിയിലൂടെ കണ്ടിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇതിന്റെ പോസിബിലിറ്റീസ് തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് മറ്റൊരു സത്യം. എനിവേ ഇതുവരെ നോർമൽ വെർഷനിലുള്ള ഡോക്ടർ ഡൂമിനെ മാത്രമാണ് നമ്മൾ ട്രെയിലറുകളിൽ കണ്ടിട്ടിരിക്കുന്നത്. ഗോഡംബെയർ ഡൂമിനെ ഇതുവരെ കാണിക്കാത്തതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ, അതായത് സീക്രട്ട് വാർസ് കോമിക്സിൽ ഡോക്ടർ ഡൂം ബ്രൂട്ടലി കൊന്നു കളഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ക്യാരക്ടറാണ് സൈക്ലോപ്സ്. അതായത് കോമിക്സിലെ മാർവലിലെ മെയിൻ യൂണിവേഴ്സും അൾട്ടിമേറ്റ് യൂണിവേഴ്സും തമ്മിൽ നടക്കുന്ന ഇൻവേഷന്റെ ടൈമിൽ റിച്ചാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മൾട്ടിവേഴ്സൽ റാഫ്റ്റിലൂടെ രക്ഷപ്പെട്ടുള്ള ചുരുക്കം ചില സൂപ്പർ ഹീറോസിൽ ഒരാൾ ഈ ഒരു സൈക്ലോപ്സ് ആണ്. ആക്ച്വലി ഇതൊരു നോർമൽ വെർഷനുള്ള സൈക്ലോപ്സ് അല്ല, മറിച്ച് വളരെയധികം സൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള ഫീനിക്സ് എഗ്ഗിനാൽ ആക്ടിവേറ്റഡ് ആയി എൻ്റർ ഫീനിക്സ് ഫോഴ്സിനെയും ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഈ ഒരു ക്യാരക്ടർ അൾട്ടിമേറ്റ് യൂണിവേഴ്സിലുള്ള പല സൂപ്പർ ഹീറോസിനെയും നിസ്സാരമായി കൊന്നു കളയുന്നതായിട്ട് നമുക്ക് ഈ ഒരു കോമിക്സിന്റെ ആദ്യ എപ്പിസോഡുകളിൽ തന്നെ കാണാവുന്നതാണ്. പിന്നീട് ഡോക്ടർ സ്ട്രേഞ്ച് തന്റെ സാൻഡം സാൻഡോറസിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മൾട്ടിവേഴ്സൽ റാഫ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്ന റിച്ചാർഡ്സും സൈക്ലോപ്സ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് എല്ലാവരും ചേർന്നുകൊണ്ട് താനോസിന്റെ നേതൃത്വത്തിലുള്ള കബാൽ ടീമുമായിട്ട് തോർകോപ്സ് നടക്കുന്ന ഫൈറ്റിനിടയിൽ തന്നെ വന്നിറങ്ങുകയും അവിടേക്ക് വരുന്ന റിച്ചാർഡ്സിനെ കാണുന്ന ഗോഡംബെയർ ഡൂം റിച്ചാർഡ്സിനോട് പ്രതികാരം ചെയ്യുവാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സെയിം ടൈമിൽ തന്നെ ഫീനിക്സ് ഫോഴ്സിനെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള സൈക്ലോപ്സ് ആണ് ആദ്യം തന്നെ ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇനീഷ്യലി ഈ ഒരു ഫൈറ്റിൽ അപ്പർ ഹാൻഡ് ഉണ്ടാവുന്നത് സൈക്ലോപ്സിന് തന്നെയാണ്. ഈവൻ ദോ എന്തിനേറെ പറയുന്നു, ഗോഡംബെയർ ഡൂമിന്റെ എൻ്റർ മെറ്റാലിക് ആർമറിനെ വരെ ഫീനിക്സ് ഫയറിനാൽ ഉരുക്കിക്കളയുന്ന സൈക്ലോപ്സിനെ നമുക്ക് കാണാം. പിന്നീട് ഞാൻ ജയിച്ചു എന്ന് ഇച്ചിരി അഹങ്കാരത്തോടെ സ്വയം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സൈക്ലോപ്സിനെ തന്റെ ഒറ്റ പിടിയിൽ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് നൈസായിട്ട് തന്നെ ആ കഴുത്തങ്ങ് ഒടിച്ചു കളഞ്ഞ് അങ്ങ് ബ്രൂട്ടലി ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു പർട്ടിക്കുലർ സീൻ ഇതുപോലെ തന്നെ ഡൂംസ്ഡേ മൂവിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. മൂന്നാമതായി ഗോഡംബെയർ ഡൂം കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഷെറീഫ് ഓഫ് അഗമോട്ടോ ഡോക്ടർ സ്ട്രേഞ്ച്. ഈ ഒരു ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ, അതായത് ഡോക്ടർ ഡൂം ബിയോണ്ടേഴ്സിനെ എല്ലാം ഡിഫീറ്റ് ചെയ്ത് അവരുടെ പവർ അക്വയർ ചെയ്യുന്ന ടൈമിൽ ഡോക്ടർ ഡൂമിനോടൊപ്പം തന്നെ നിന്നിരുന്നത് ഇതേ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണ്. എന്നാൽ ബിയോണ്ടേഴ്സിന്റെ പവർ തനിക്ക് വേണ്ട എന്ന് സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്യുന്നത്. അതിനാൽ ഡോക്ടർ ഡൂം ഗോഡംബെയർ ഡൂം ആയതിനു ശേഷം തന്റെ വിശ്വസ്തനായിട്ടുള്ള ഷെറീഫ് ഓഫ് അഗമോട്ടോ ആയിട്ട് ഈ ഒരു ക്യാരക്ടറിനെ, അതായത് ഡോക്ടർ സ്ട്രേഞ്ചിനെ മാറ്റുകയാണ്. ഈ ഒരു എൻ്റർ ബാറ്റിൽ വേൾഡിന്റെ ഡോക്ടർ ഡൂം കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടുള്ളത് ഇതേ ഡോക്ടർ സ്ട്രേഞ്ച് എന്നതിനോടൊപ്പം തന്നെ ബാറ്റിൽ വേൾഡിനെ പറ്റിയും
മുമ്പുണ്ടായിരുന്ന മൾട്ടിവേഴ്സുകളെ പറ്റി നോളജ് ഉള്ള ഡോക്ടർ ഡൂം അല്ലാതുള്ള മറ്റൊരേ ഒരാൾ ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. അതോടൊപ്പം തന്നെ ഹൈലി സുപ്പീരിയർ ആയിട്ടുള്ള, അതായത് ഡോക്ടർ ഡൂം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ബാറ്റിൽ വേൾഡിലെ വ്യക്തി എന്നത് ഇതേ ക്യാരക്ടർ തന്നെ. എന്നാൽ റാഫ്റ്റിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സിനെ രക്ഷിക്കേണ്ടതിനായി ഡോക്ടർ ഡൂമിന്റെ മുമ്പിൽ നിന്നും മൾട്ടിപ്പിൾ ബാറ്റിൽ വേൾഡിന്റെ ലൊക്കേഷനിലേക്ക് അവരെല്ലാം ടെലിപ്പോർട്ട് ചെയ്ത് കാണുന്ന ഡോക്ടർ ഡൂം ഒരു ദയവും ഇല്ലാതെ തന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആണെന്നും തന്റെ വിശ്വസ്തനാണെന്നും ഓർക്കാതെ തന്നെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് ബ്രൂട്ടലി കൊന്നു കളഞ്ഞുകൊണ്ട് ഭസ്മമാക്കി മാറ്റി. ആക്ച്വലി ലിറ്ററലി പൊടിയാക്കി മാറ്റി. ഇനി ഡൂംസ്ഡേയിലേക്ക് വരികയാണെങ്കിൽ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുള്ള ഡൂംസ്ഡേ അപ്ഡേഷനിലൂടെ ബോറിസ് കല്ല എന്ന ഡോക്ടർ ഡൂമിന്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഡോക്ടർ സ്ട്രേഞ്ച് ആയിരിക്കുമെന്നാണ് പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. മേ ബി അതുകൊണ്ട് തന്നെ ഈ ഒരു സീനും അതുപോലെ തന്നെ ഈസിലി അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്ന ഡോക്ടർ ഡൂം ബ്രൂട്ടലി കൊന്നു കളഞ്ഞിട്ടുള്ള മറ്റൊരാളാണ്. നിങ്ങൾ എല്ലാവർക്കും തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാകും, മാഡ് ടൈറ്റൻ താനോസ്. അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ റീറിച്ചാർഡ്സ്, അതായത് മേക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൾട്ടിവേഴ്സൽ റാഫ്റ്റിലൂടെ രക്ഷപ്പെട്ട് ഈ ഒരു ബാറ്റിൽ വേൾഡിലേക്ക് എത്തിപ്പെടുന്ന താനോസും കൂട്ടരും ആദ്യം തന്നെ വന്നിറങ്ങുമ്പോൾ തന്നെ ചെയ്യുന്നത് ഓഡിൻ ഫോഴ്സിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് കിങ് തോറിനെ തന്നെ കൊന്നു കളഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ഡോക്ടർ ഡൂമിന്റെ കീഴിലുള്ള ഒട്ടനേകം തോർ കോപ്സുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതേ ഒരു പർട്ടിക്കുലർ സീക്വൻസിലൂടെ കാണാവുന്നതാണ്. ഒരേ സമയം രണ്ട് തോറിനെയൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ട് താനോസ് ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ. അതുകൊണ്ട് തന്നെയാണ് താനോസിന്റെ ഒരു ബ്രൂട്ടൽ കില്ലിംഗ് വളരെയധികം ഷോക്കിംഗ് ആയി എല്ലാ ഫാൻസും വളരെയധികമായി കാണുന്നത്. എന്തിനേറെ പറയുന്നു, ഡോക്ടർ സ്ട്രേഞ്ച് എല്ലാവരെയും തന്നെ ബാറ്റിൽ വേൾഡിന്റെ പല ഭാഗത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യുമ്പോൾ താനോസിനെ പറഞ്ഞു വിടുന്നത് വാളിനപ്പുറത്തുള്ള ഡെത്തിലേക്കാണ്. ലിറ്ററലി ഡെത്ത്. അവിടെ ഉള്ളത് അനൈലേറ്റേഴ്സ് എന്ന ആർമി മാത്രമാണ്. അവരെ, അതായത് ആക്ച്വലി ഗോഡംബെർ ഡൂം വരെ അവരെ അൺകൺട്രോളബിൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് വാളിനപ്പുറത്ത് പ്ലേസ് ചെയ്തത്. അതേ അനൈലേറ്റേഴ്സ് ആർമിന്റെ കൺട്രോളിലെടുത്താണ് ഗോഡംബെർ ഡൂമിനെ എതിർക്കുവാനായിട്ട് മാഡ് ടൈറ്റൻ താനോസ് വരുന്നത്. എന്നാൽ സംഭവിച്ചെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഒറ്റ പഞ്ചിൽ തന്നെ ഗോഡംബെർ ഡൂം ആ ഒരു ഫ്ലഷ് മൊത്തം ഇല്ലാതാക്കി താനോസിന്റെ സ്കെലറ്റൻ മാത്രമായിട്ട് മിച്ചം വെച്ചു. എന്നിട്ട് താനോസ് കൺട്രോൾ എടുത്തിട്ടുണ്ടായിരുന്ന അനൈലേറ്റേഴ്സ് ആർമീനെ ഇനി ഞാൻ കാണിച്ചാരാടാ എങ്ങനെയാണ് കൺട്രോൾ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അടിമകളാക്കി മാറ്റി അവരെയും കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് ഇതേ സീക്വൻസിലൂടെ കാണിച്ചു പോകുന്നതുമാണ്. എനിവേ ഡൂംസ്ഡേയിൽ ഈ ഒരു സീക്വൻസ് അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ഇതിന് ശേഷമായി വരാനിരിക്കുന്ന സീക്രട്ട് വാസിൽ ജോഷ് ബ്രൗളിൻ താനോസ് ആയി റിട്ടേൺ ചെയ്യാൻ പോവുകയാണെന്നുള്ള റൂമേഴ്സും വന്നിരുന്നതാണ്. മേ ബി ആ ഒരു പോസിബിലിറ്റീസും അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഇനി മറ്റൊരു പോസിബിലിറ്റി ഉള്ളതെന്നാൽ ഈ ഒരു ക്യാരക്ടർ, അതായത് താനോസിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോയിനെ അതുപോലെ തന്നെ കൊന്നു കളയുക. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ആ ഒരു ന്യൂ അവഞ്ചേഴ്സ് പറഞ്ഞ ടീമിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളഞ്ഞാൽ കൂടുതൽ സന്തോഷം. മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ ഒരു പർട്ടിക്കുലർ സീക്വൻസ് സെൻട്രീനെ വെച്ച് ചെയ്താൽ എങ്ങനെയിരിക്കും? ഓൾറെഡി ഇപ്പോൾ MCUലെ തന്നെ വൺ ഓഫ് ദ സൂപ്പർ ഓവർപവർഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് സെൻട്രീനെയാണ് എല്ലാവരും തന്നെ പറയുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഒട്ടും സ്പെക്കുലേറ്റ് ചെയ്യാത്ത ടൈമിൽ സെൻട്രീനെ എങ്ങാനും ഡോക്ടർ ഡൂം ഇങ്ങനെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് പീക്ക് തിയേറ്റർ മൂവ്മെന്റ് തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കാനിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയെ പറ്റിയും ഇതിലെ ഏതൊക്കെ ക്യാരക്ടർ ഡെത്താണ് നിങ്ങൾക്ക് വളരെയധികം ഷോക്കിംഗ് ആയത് എന്നുള്ള കാര്യങ്ങൾ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.